തളിപ്പറമ്പ് മണ്ഡലത്തിലെ 204, 207 ബൂത്തുകൾ പരിശോധിക്കുന്ന സമയത്ത് അസ്വാഭാവികമായ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഈ 2 ബൂത്തുകളിൽ LDFന്റെ പ്രവർത്തകർ, CPIMന്റെ പ്രവർത്തകർ അവര് ചേർത്ത വോട്ട് വെരിഫൈ ചെയ്യുന്ന ഘട്ടത്തിൽ അവർ ചേർക്കാത്ത ചില വോട്ടുകൾ അതിൽ കയറി വന്നിട്ടുള്ളതാണ് ആയാണ് കാണുന്നത്. അതായത് ഒരു വോട്ടർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പിലൂടെ ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് 6 വോട്ടുകൾ വരെ ചേർക്കാൻ കഴിയും ലോഗിൻ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാറ്റസ് ബന്ധപ്പെട്ടയാൾക്ക് ലോഗിൻ ചെയ്ത് പരിശോധിക്കാൻ വേണ്ടി കഴിയും. പരിശോധിക്കുമ്പോൾ അത് ആക്സെപ്റ്റഡ് ആണോ, റിജക്റ്റഡ് ആണോ, അല്ലെങ്കിൽ അണ്ടർ പ്രോസസ് ആണോ എന്നുള്ള കാര്യം മനസ്സിലാക്കാനാവും. അങ്ങനെ പരിശോധിക്കുന്ന സമയത്താണ് 3 നമ്പറിൽ നിന്ന് 2 നമ്പറുകളിൽ നിന്ന് ചേർത്തിട്ടുള്ള വോട്ടർ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോൾ അവർ ചേർക്കാത്ത ചില വോട്ടുകൾ ഫോം 8-ൽ 8-ാം നമ്പർ ഫോറത്തിൽ കടന്നു വന്നതായിട്ട് കാണുന്നത്. അതായത് ഒരു വോട്ട് കംലാലനി ജന ഒഡീഷയിൽ നിന്നുള്ള വോട്ടാണ്. ഫോം 8 ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളവിടെ പരിശോധിച്ച് നോക്കി, ഇങ്ങനെ ഒരാൾ ആ പരിസരത്തുണ്ടോന്ന്. അങ്ങനെ ഒരാളില്ല. മറ്റൊരു വോട്ട് പിങ്കി കുമാരി, ഇത് ബീഹാർ എന്നുള്ള വോട്ടാണ്. മൂന്നാമത്തത് കെ വാസന്തി, ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള വോട്ടാണ്. ഇപ്പൊ വിവിധ നമ്പറുകളിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വോട്ട് കടന്നു വന്നിരിക്കുകയാണ്. അപ്പൊ ഇതെന്ത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കൂടുതൽ പരിശോധന നടത്തിയപ്പോഴാണ് ചില ഗൗരവമുള്ള വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം 90,083 അപേക്ഷകളാണ് ആകെ ലഭിച്ചിരുന്നത്. 90,083 അപേക്ഷകൾ. സമ്മറി റിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകെ ലഭിച്ച അപേക്ഷകൾ 90,083 മണ്ഡലാടിസ്ഥാനത്തിലുള്ള കണക്ക് എൻ്റെ കയ്യിലുണ്ട്. എന്നാൽ ഇപ്പോഴും നോക്കുമ്പോൾ 2,19,239 അപേക്ഷകൾ ഇതിനകം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അധിക കാലമായിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നത് നമുക്കറിയാം. ആ ഘട്ടത്തിലാണ് സമ്മറി റിവിഷൻ നടത്തിയത്. അന്ന് വർഷങ്ങൾക്ക് ശേഷം സമ്മറി റിവിഷൻ നടത്തിയപ്പോൾ 90,083 പുതിയ വോട്ടർമാരുടെ അപേക്ഷ മാത്രമാണ് വന്നതെങ്കിൽ ഇത്തവണ കണ്ണൂർ ജില്ലയിൽ, ഇത് കേരളത്തിലാകെ ചിലപ്പോൾ പരിശോധിച്ചാൽ ഏതാണ്ട് ഇതുപോലെ തന്നെയായിരിക്കും ഉണ്ടാവാൻ ഇടാന്നാണ് തോന്നുന്നത്. ഇത്തവണ കണ്ണൂർ ജില്ലയിൽ 2,19,239 അപേക്ഷകളാണ് വന്നത്. അതും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധിക കാലം കഴിയുന്നതിന് മുമ്പെയാണ് ഇത്രയും വലിയ അപേക്ഷ വന്നിട്ടുള്ളത്. ആ അപേക്ഷയിൽ ഇപ്പം തന്നെ 99,790 വോട്ട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞു വിവിധ മണ്ഡലങ്ങളിലായി. അതിൽ പയ്യന്നൂർ അസംബ്ലി മണ്ഡലത്തിൽ വന്നിട്ടുള്ള അപേക്ഷ 15,525.
കല്യാശ്ശേരി 24,187 തളിപ്പറമ്പ് 22,252 ഇരിക്കൂർ 18,467 അഴീക്കോട് ഏറ്റവും കൂടുതൽ അപേക്ഷ വന്നിട്ടുള്ള മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ് അഴീക്കോട് 23,020 കണ്ണൂർ 24,217 ധർമ്മടം 17,363 തലശ്ശേരി 23,406 കൂത്തുപറമ്പ് 19,974 മട്ടന്നൂർ 16,191 പേരാവൂർ 14,637 എല്ലാം ചേർന്ന് 2,19,239 അപേക്ഷ വന്നിരിക്കുക. ഇത് അസാധാരണമാണ്, ഇത് ദുരൂഹമാണ്. ഇപ്പൊ നിലവിൽ തന്നെ 99,790 വോട്ട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞു. ആ കൂട്ടിച്ചേർത്തതിന്റെ ഒരു സ്റ്റാറ്റസ് എടുത്താൽ ആറാം നമ്പർ 4 എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് വോട്ടർമാരെ ചേർക്കുന്നതാണ്. അതിൽ 76,893 അപേക്ഷകളാണ് വന്നിട്ടുള്ളത്. ആറാം നമ്പർ 4 ഫോറം 6A അത് പ്രവാസി വോട്ടർമാരാണ്. 33,439 അപേക്ഷകളാണ് വന്നത്. അതുപോലെ ഫോറം നമ്പർ 8 17,340 വന്നത്. 7 99,307 വന്നു. ഇങ്ങനെ ആകെ 2,26,975. അത് ഇന്നലെ വരെയുള്ള കണക്കാണ്. അപ്പോ ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ടാണ് കാണേണ്ടത്. സാധാരണ നിലയിൽ ഇത്രയധികം അപേക്ഷ വരില്ല. ഞങ്ങൾ ജില്ലാ കലക്ടറുമായിട്ട് സംസാരിച്ചു. എല്ലാ സ്ഥലങ്ങളിലുള്ള BLOമാരുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. BLOമാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് സാധാരണ നിലയിൽ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ BLO ആണ് അത് വെരിഫൈ ചെയ്യേണ്ടത്. BLO വെരിഫൈ ചെയ്യുന്ന സമയത്ത് ബന്ധപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ BLAമാരുണ്ടാവും. ആ BLAമാർക്ക് വിവരങ്ങൾ കൈമാറണം. അങ്ങനെ വിവരങ്ങൾ കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ BLAമാർക്ക് ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു അവസരം കൂടിയാവും അത്. ആ വിവരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് BLOമാര് പരിശോധന നടത്തി അവർ ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി ആക്സെപ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഹിയറിംഗ് ഒക്കെ നടത്തിയിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടത്. പക്ഷേ പ്രാദേശികമായി പരിശോധിക്കുന്ന സമയത്ത് ഇത്രയൊന്നും വോട്ട് വന്നതായിട്ട് BLOമാർക്ക് അറിയില്ല. മിക്കവാറും എല്ലാ ബൂത്തുകളിലും നിസ്സാരമായ വോട്ടുകൾ അപേക്ഷയായിട്ട് വന്നതായിട്ടാണ് BLOമാർ പറയുന്നത്. അപ്പോൾ BLOമാരറിയാതെ ഫീൽഡ് വെരിഫിക്കേഷൻ നടത്താതെ BLA വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ BLAമാർ പോലും വേറെ ആരെങ്കിലും അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തിനാലും ഞങ്ങൾ അറിയുന്നില്ല. BLAമാരറിയാതെ വോട്ട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങേയറ്റം അസാധാരണമായിട്ടുള്ള കാര്യമാണ്.